അറഫ പ്രസംഗത്തിൽ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കും പക്ഷപാതപരമായ ആഹ്വാനങ്ങൾക്കും വിലക്ക്. ലക്ഷക്കണക്കിന് ഹാജിമാരാണ് ഇന്ന് അറഫയിൽ സംഗമിച്ചത്. വിശുദ്ധ ഹജ്ജിന്റെ പരമപ്രധാന ഭാഗമായ അറഫ ദിനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ആത്മീയ നിർവൃതിയിൽ ഇന്ന് അറഫയിൽ സംഗമിച്ചു. ഹജ്ജ് ഭക്തിയുടെയും അനുസരണയുടെയും ആരാധനയാണെന്നും രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾക്കും പക്ഷപാതപരമായ ആഹ്വാനങ്ങൾക്കും ഇതിൽ ഇടമില്ലെന്നും നമിറ പള്ളിയിൽ ഇന്ന് നടന്ന അറഫ പ്രഭാഷണത്തിൽ ഇമാം ഷെയ്ഖ് അലി അൽ ഹുദൈഫി ഊന്നി പറഞ്ഞു. ഹജ്ജിന്റെ യഥാർത്ഥ ലക്ഷ്യം അള്ളാഹുവിന് പൂർണ്ണമായും കീഴടങ്ങുകയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സുന്നത്ത് പിന്തുടരുകയുമാണ്. അധാർമികത, തർക്കം, വിഭജന ആശയങ്ങൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും ഹാജിമാരോടും ലോക മുസ്ലിങ്ങളോടും അറഫ പ്രഭാഷണത്തിൽ ഇമാം ആഹ്വാനം ചെയ്തു. മുസ്ലിം ലോകത്തിന്റെ ഐക്യവും സഹകരണവും കാരുണ്യവും പ്രതിഫലിക്കുന്ന മഹാസംഗമമാണ് ഹജ്ജ്. ആചാരങ്ങൾ നിർവഹിക്കുമ്പോൾ ശാന്തതയും സൗമ്യതയും പാലിക്കണം. ഉന്തും തള്ളും ഒഴിവാക്കണം. അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി അനുസരിക്കണമെന്നും ഇമാം നിർദ്ദേശിച്ചു. അറഫയിൽ ളുഹർ അസർ നിസ്കാരങ്ങൾ ഒരുമിച്ച് നിർവഹിച്ച് ഹാജിമാർ പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടി. സൂര്യാസ്തമയ ശേഷം ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോയി. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.